We thank God for these Wednesday Bible studies. ഈ ബുധനാഴ്ച തോറും നമുക്ക് ദൈവം നൽകിയ ഈ ബൈബിൾ സ്റ്റഡികൾക്കായി We have been hearing from God's word ദൈവവചനത്തിൽ നിന്ന് കേൾക്കാനായി about ദൈവം നമ്മെ our സഹായിക്കുകയും salvation which is progressive. പുരോഗമനായ ഈ രക്ഷയെക്കുറിച്ച് കേൾപ്പാൻ And we have ദൈവം നമ്മെ covered many സഹായിക്കും. aspects of this salvation. ഈ രക്ഷയുടെ പല ഭാഗങ്ങൾ നമുക്ക് കേൾപ്പാനും And ധ്യാനിപ്പാനും we ദൈവം have come സഹായിച്ചു. to that place where our soul is being saved in these times. ദൈവം ഈ ദിവസങ്ങളിൽ നമ്മുടെ And പ്രാണനെ our body രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു shall be സമയത്താകുന്നു. redeemed. ദൈവം നമ്മുടെ ശരീരത്തെയും So പൂർണ്ണമായി our വിടുവിക്കും intellect, എന്ന് നമ്മൾ our കേൾപ്പാൻ ദൈവം emotion സഹായിച്ചു. and our will, these are areas God wants to effectively work by the word in these days. നമ്മുടെ വികാരങ്ങളും നമ്മുടെ ബുദ്ധി തലത്തിലും നമ്മുടെ ചിന്തയിലും ദൈവം ഒരു രൂപാന്തരം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. And we heard that he is changing our thoughts to his thoughts, നമ്മുടെ ചിന്തകളെ അവന്റെ ചിന്തയിലേക്ക് അവൻ our emotions രൂപാന്തരപ്പെടുത്തുന്ന to ഒരു his സമയമാകുന്നു. emotions, നമ്മുടെ വികാരങ്ങളെ അവന്റെ our വികാരങ്ങളോട്, will to his will. നമ്മുടെ ഹിതം അവന്റെ ഹിതത്തോട്. And we thank God for all that the Holy Spirit has spoken to us so far. പരിശുദ്ധാത്മാവ് ഇത്രത്തോളം നമ്മളോട് We സംസാരിച്ച എല്ലാ also saw കാര്യങ്ങൾക്കായി that we are ദൈവത്തെ living in a spiritual realm where there is so much of compromise, that has happened. ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്ന വിട്ടുവീഴ്ചകൾ A പലതും നമ്മൾ mindset and a കാണുന്നു. mentality അതിനെക്കുറിച്ച് നമ്മൾ which is not right in the sight of God. അതുകൊണ്ട് ദൈവസന്നിധിയിലും ദൈവം And മുൻപാകെ we saw very clearly it's ശരിയാത്ത all മനോഭാവം because പലവിലും there has been, we have been living in a realm of a compromised a gospel realm. ഒരു വിട്ടുവീഴ്ചയുടെ സുവിശേഷത്തിന്റെ മധ്യത്തിൽ ആയതുകൊണ്ടാകുന്നു ഈ ദൈവജനത്തിന്റെ ഇടയിലും ഇങ്ങനെയുള്ള ഒരു വിട്ടുവീഴ്ച നമ്മൾ we heard this last couple of weeks. We കഴിഞ്ഞ heard ചില that ആഴ്ചകളായി salvation ദൈവം is കേൾപ്പാൻ not an invitation, but it is a commandment. ഈ രക്ഷ എന്നത് ഒരു ക്ഷണമല്ല, പക്ഷെ ഒരു കൽപ്പനയാകുന്നു എന്ന് The Lord കേൾപ്പാൻ ദൈവം commands സഹായിച്ചു. everyone in every place to repent. It's a ദൈവം command of God. എല്ലായിടങ്ങളിലും ആയിരിക്കുന്ന എല്ലാവരോടും മാനസാന്തരപ്പെടുവാനായി But we are കൽപ്പിക്കുന്നു. living in a time that, this gospel of Jesus Christ is turned out to be a gospel of offers and discounts and choices. പക്ഷെ ഈ ഒരു സമയം നമ്മൾ കാണുന്നത് ഡിസ്കൗണ്ടും ഓഫേഴ്സും പലവിധമായ കിഴിവുകളും നൽകുന്ന ഒരു സുവിശേഷം ആണ് ഇന്ന് So we പ്രഘോഷിക്കപ്പെടുന്നത്. heard many things from, or many thoughts from God's word. ഇങ്ങനെയുള്ള പല ചിന്തകളും ദൈവം നമ്മൾ Very ധ്യാനിപ്പാനായി clearly the ദൈവം Lord സഹായിച്ചു. ministered to us ദൈവം വ്യക്തമായി നമ്മളോട് ഇടപെട്ട that മറ്റൊരു കാര്യം, though there are 4 gospels, there's a 5th gospel which is called the gospel of the evangelicals. പല വേദപുസ്തകത്തിൽ 4 സുവിശേഷം ഉണ്ടെങ്കിൽ തന്നെയും ഇന്നത്തെ സുവിശേഷകന്മാർ ഒരു 5ാമത്തെ സുവിശേഷം ഉണ്ടാക്കിയ They have put together some verses of the scripture and they made it as a gospel of their own. അവർക്ക് ഇഷ്ടപ്പെടുന്ന വേദഭാഗങ്ങൾ എടുത്തുകൊണ്ട്, അവർക്ക് താല്പര്യമുള്ള വേദഭാഗങ്ങൾ എടുത്തുകൊണ്ട്, വാക്യങ്ങൾ എടുത്ത് We see that the gospel of Jesus Christ is a gospel where Jesus Christ is presented as the Lord and King. യേശുക്രിസ്തുവിന്റെ സുവിശേഷമോ യേശുക്രിസ്തു കർത്താവും രാജാവുമായി പ്രസ്താവിക്കപ്പെടുന്ന ഒരു സുവിശേഷമാണ്. Today we are living in a time when every believer is with a choice. ഏത് വിശ്വാസിക്കും തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ഒരു അനുവാദം നൽകിയ സുവിശേഷം. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, താല്പര്യമില്ലെങ്കിൽ ഞാൻ അതിനെ മാറ്റിവെക്കും. mentality has to be changed. God should purge us of that mentality that is so prevalent in the midst of believers today. അങ്ങനെയുള്ള മനോഭാവത്തിൽ നിന്ന് നാം പൂർണ്ണമായി വിമുക്തമായി പെടണം. ആ മനോഭാവത്തിൽ നിന്ന് നമ്മൾ മാനസാന്തരപ്പെടണം. We heard very clearly നമ്മൾ how വ്യക്തമായി the കേൾക്കേണ്ടി Lord വന്നു. came into Zacchaeus. യേശു സഖായിയുടെ അടുക്കൽ വന്നത് നമ്മൾ He left Zacchaeus with no option. സഖായിക്ക് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള He gave him no അവസരങ്ങളില്ലായിരുന്നു.
അവന് So also when he came and തെരഞ്ഞെടുക്കുവാനായിട്ട് met with ദൈവം അനുവാദം Matthew, കൊടുത്തില്ല. മത്തായിയുടെ അടുക്കലും യേശു the വന്നപ്പോൾ same thing happened, there, that he gave him no option. അവിടെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു അവർക്ക് He said, "Follow me." തിരഞ്ഞെടുക്കുവാനായിട്ട്. And it was എന്നെ for അനുഗമിക്കുക. Matthew to follow or not. അത് കേട്ടപ്പോൾ But he മത്തായി gave അത് him no അനുസരിക്കുമെന്നോ choice, no വേണ്ടിയോ എന്ന് option. തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നു. The പക്ഷെ young അത് rich ഓപ്ഷൻസ് ruler came ഇല്ലായിരുന്നു. running. ധനികനായ യുവാവ് യേശുവിന്റെ അടുക്കൽ ഓടി വന്നു. But the Lord looked at him യേശു and അവനെ told him, നോക്കി, "Sell all your property, നിനക്കുള്ളതെല്ലാം give to the വിറ്റിട്ട് poor, നീ take up your ദരിദ്രർക്ക് കൊടുത്ത് cross നീ ക്രൂശ് and എടുത്ത് follow me." എന്നെ അനുഗമിക്കുക. Jesus loved him, യേശു അവനെ and because സ്നേഹിച്ചു. he loved him, യേശു അവനെ he told him സ്നേഹിച്ചതുകൊണ്ട് how he needs to dispossess his possessions. അവനുള്ള സകല വസ്തുക്കളും അവന്റെ Only then വിറ്റ് you അവൻ can possess അനുഗമിപ്പാൻ, me. നീ നിനക്കുള്ള വസ്തുക്കളെല്ലാം have only one വിറ്റതിന് ശേഷമേ possession, നിന്റെ ജീവിതത്തിൽ and ഒരു that is നിക്ഷേപമേ myself. കഴിയുള്ളൂ. അത് The ഞാൻ kingdom മാത്രമാണ് നിന്റെ is നിക്ഷേപം. myself. രാജ്യം The എന്റേതാകുന്നു. kingdom is the king himself. രാജ്യം When കർത്താവും. you have the king, you have the kingdom. രാജാവുള്ളിടത്ത് രാജ്യമുണ്ട്. But that young man went away. പക്ഷേ He had ആ no option, യുവാവ് no choice. വേദനയിലും So we thank God for all that God has മടങ്ങിപ്പോയി. spoken to us. And this evening we want to move on into further as the Lord would lead us. ദൈവം നമ്മെ സഹായിക്കുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോകാം. We heard from Matthew chapter 6, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ verse നമ്മൾ 10. അതിന്റെ 10-ാം വാക്യം, when the Lord Jesus taught or told the disciples how they ought to pray, പ്രാർത്ഥിപ്പാൻ അവരെ പഠിപ്പിച്ചപ്പോൾ യേശുക്രിസ്തു then ഇപ്രകാരം പറഞ്ഞു. he said unto them അവരോട് ഇങ്ങനെ പറഞ്ഞു, in verse 10, 10-ാം "Thy വാക്യം, kingdom come, നിന്റെ രാജ്യം വരണമേ, thy will be done in earth as it is in സ്വർഗ്ഗത്തിൽ heaven." പോലെ നിന്റെ ഹിതം ഭൂമിയിലും ആകണമേ. So the Lord made one thing very clear ഈ here. വേദഭാഗത്ത് നിന്ന് യേശുക്രിസ്തു വളരെ വ്യക്തമാക്കുന്നത്, Thy kingdom come. നിന്റെ രാജ്യം വരണമേ. When Jesus comes into our lives, യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ I വസിക്കുമ്പോൾ must abdicate or relinquish or renounce my throne and give him the throne that he may rule in. ഞാൻ ഇതുവരെയും വാഴുന്ന എന്റെ സിംഹാസനത്തെ നിന്ന് ഞാൻ ഇറങ്ങി അവനെ എന്റെ സിംഹാസനത്തിൽ വാഴുമാറാക്കണം. Until now, ഇതുവരെയും we have been ruling our own നമ്മുടെ lives. ജീവിതത്തെ ഭരിച്ചത് നമ്മളും നമ്മുടെ And there's a great need for handing over that reign to Jesus Christ in our life. യേശുക്രിസ്തുവിന് നമ്മുടെ വാഴ്ച, നമ്മൾ വാഴുന്നത് നമ്മുടെ അവനെ ഏൽപ്പിക്കുന്നത് ആവശ്യമാണ്. Thy will be done on earth. Not tomorrow, നാളെയല്ല, but here and now it has to be done. ഇപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണിത്. Yes. Now that's very important. ഇത് വളരെ ആവശ്യമുള്ള ഒരു കാര്യം. And we heard several thoughts from God's word. ദൈവവചനത്തിൽ നിന്ന് മറ്റ് പല ചിന്തകളും Around this കേൾപ്പാൻ particular സഹായിച്ചു. truth. Thy will be done നിന്റെ ഹിതം വരണമേ, on earth, and നിന്റെ it must രാജ്യം വരണമേ. begin now in our lives. അവന്റെ രാജ്യം ഇപ്പോൾ ആരംഭിക്കേണ്ടതാകുന്നു. Not only we have the fifth gospel, ഈ ഒരു 5-ാമത്തെ സുവിശേഷം നമ്മൾ ഉണ്ടാക്കിയത് മാത്രമല്ല, and as we heard last നമ്മൾ week, കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ we have given people installment facilities. ഒരു ഇൻസ്റ്റാൾമെന്റ് പോലെ സുവിശേഷം സ്വീകരിപ്പാനായിട്ട് ഉള്ള ഒരു സുവിശേഷം നമ്മൾ കേൾക്കാനിടവന്നു. That's the way they offer മാസത്തവണ. Christ to the people. അങ്ങനെയാണ് ഇന്ന് പലരും ക്രിസ്തുവിനെ Yes, that they can ജനങ്ങളിലേക്ക് have ഏൽപ്പിക്കുന്നത്. in installments. ക്രിസ്തുവിനെ തവണയായി As we ലഭിപ്പാൻ see കഴിയുന്ന that പോലെ even in the world today, ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്ന ഒരു it പ്രവണത. sounds very good, അത് കേൾപ്പാൻ നല്ലതാണ്. but we know that every month we have to keep paying. ഓരോ മാസവും Every month we have to keep paying. ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത് പോലെ ദൈവത്തിനും And that is അവന്റെ not ആവശ്യങ്ങൾ scriptural. We തവണയായി have to കൊടുക്കുക. present Christ as the Lord and King. പക്ഷേ അതല്ല വേദപുസ്തകത്തിൽ കാണുന്നത്. കർത്താവ് As രാജാവാകുന്നു, I shared അവനെ last week മുഴുവനായി several സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. things from God's word. The responsibility for the gospel of the kingdom was given to the church. ദൈവരാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ അധികാരവും It is ഉത്തരവാദിത്വം not ദൈവം given to അവന്റെ any സഭയ്ക്ക് organization. ദൈവം ഒരു സംഘടനയ്ക്കല്ല And we have seen ഈ ഒരു last week very ദൗത്യം കൊടുത്തത്. clearly how today the church realm is presenting and offering a fragmented Christ. ഒരു തുണ്ടമായ ക്രിസ്തുവിനെയാണ് ഇന്ന്
പല And സംഘടനകളും whichever you ക്രിസ്തുവിനെ want വെളിപ്പെടുത്തുന്നു. to take, whichever is pleasing and convenient, accept that part of Jesus. നിങ്ങൾക്ക് താല്പര്യമുള്ളത്, നിങ്ങൾക്ക് സ്വീകാര്യമുള്ള ഭാഗം നിങ്ങൾ ക്രിസ്തുവിന്റെ ആ Now ഭാഗം we നിങ്ങൾ thank എടുക്കുക God for all that എന്നതാണ് God ഇന്നത്തെ spoke to us. സുവിശേഷത്തിൽ കാണുന്നത്. I want to go further നമുക്ക് today. ഇച്ചിരി മുന്നോട്ട് പോകാം. I share these things because what we are going to share tonight is in connection with these thoughts. ഞാൻ ഇന്ന് പങ്കിടാൻ പോകുന്നത് നമ്മൾ ഈ കേട്ട ഈ വചനത്തോട് We ബന്ധപ്പെട്ടതായിരിക്കും. also heard the wonderful, thoughts from the man of God, A.W. Tozer. A.W. ടോസർ എന്ന ദേവദാസന്റെ വാക്കുകളും നമ്മൾ കഴിഞ്ഞ ആഴ്ച Wherein he said, why are we afraid to declare that people in our churches must come to know God himself? ദൈവത്തെ ഓരോരുത്തരും വ്യക്തിപരമായി അറിയണം എന്ന ഒരു കാര്യം സഭയെ അറിയിപ്പാൻ എന്തുകൊണ്ട് Yes, they നമ്മൾ need to ഭയപ്പെടുന്നു? ദൈവജനം ഓരോ They need to know വിശ്വാസിയും God himself. അവര് As the തന്നെ Lord and ദൈവത്തെ King. അറിയേണ്ട ആവശ്യമുണ്ട്. അവൻ രാജാവെന്ന് How അവരുടെ do we not അനുഭവത്തിൽ tell them അറിയില്ല. that they must get beyond the point of making God a lifeboat? ദൈവം ഒരു രക്ഷത്തോണിയായിട്ടല്ല ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. A ladder to save them out of burning building. ഒരു എരിയുന്ന കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ഏണിയല്ല ക്രിസ്തു. ഒരു കൂലിക്കാരനുമല്ല നമ്മുടെ ക്രിസ്തു. And നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ഒരു he's not കൂലിക്കാരനല്ല one who നമ്മുടെ is ക്രിസ്തു. to carry our suitcases. നമ്മുടെ സൂട്ട് കേസിനെ വഹിക്കുന്ന ഒരു കൂലിക്കാരനല്ല He's നമ്മുടെ not ക്രിസ്തു. one who is to serve us. നമ്മെ സേവിപ്പാനല്ല ക്രിസ്തു വന്നത്. He is God അവൻ ദൈവമാകുന്നു. who made heaven and earth. സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച So ദൈവമാകുന്നു. there are men of God who also held the same mind, and they had such a desire that God's people may know him as God and King and Lord of their lives. ക്രിസ്തുവിനെ രാജാവായും കർത്താവായും ദൈവമായും അറിയേണ്ട ആവശ്യതയെക്കുറിച്ചുള്ള ഭാരം വഹിച്ച ദേവദാസന്മാർ അനേകരുണ്ട്. Hallelujah. Now, as I said a while back, ഞാൻ ഇച്ചിരി മുൻപ് പറഞ്ഞതുപോലെ today we find among Christians or among the preachers or leaders, they begin to present Christ in installments. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് അനേക പ്രാസംഗികന്മാർ ക്രിസ്തുവിനെ തവണങ്ങളായിട്ട് First they say you പ്രസിദ്ധീകരിക്കുന്ന. need to be saved, ആദ്യം പറയാം നിങ്ങൾ രക്ഷിക്കപ്പെടണം, അത് ആദ്യത്തെ or തവണ. else you will go to eternal suffering. ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ നിത്യ നരകത്തേക്കും നിത്യ ദണ്ഡനയിലേക്കും If you are not saved, you will go into suffering. നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വളരെ കഷ്ടം അനുഭവിക്കേണ്ടി വരും. But that is one installment. അത് ആദ്യത്തെ തവണ. Then they bring in another installment. രണ്ടാമത്തെ തവണ. But we see that on the day of Pentecost, പെന്തിക്കോസ് നാളിൽ സംഭവിച്ചത്, after the gospel was preached, യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ട ശേഷം the gospel of the kingdom രാജ്യത്തിന്റെ was preached. സുവിശേഷം അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം പത്രോസ് Now look at the പ്രസ്താവിച്ചപ്പോൾ response there of the people ദൈവജനത്തിന്റെ and the reply of the first gospel message after the resurrection and ascension of Jesus Christ. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം, യേശുക്രിസ്തു മൗതീകരിക്കപ്പെട്ട ശേഷം, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ദൈവജനത്തിന്റെ മേൽ വസിക്കാൻ വന്ന ശേഷം അവർ പ്രസംഗിച്ച രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ പ്രതികരണം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ ഇപ്രകാരം Now when they heard this, they were pricked in their heart and said unto Peter and to the rest of the apostles, Men and brethren, what shall we do? ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. In the name of Jesus Christ for the remission of sins, and you shall receive the gift of the Holy Ghost. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. In one word. ഒറ്റ വാക്കിനാൽ There were no installments here. അവർ പറഞ്ഞു, നിങ്ങൾ
There were no തവണ different payments here, തവണ but വ്യവസ്ഥയില്ലായിരുന്നു. it came in one go or in one word. ആ വില മൊത്തമായി അവർ He said, repent, അവർ be ഏറ്റെടുക്കണമായിരുന്നു. നിങ്ങൾ baptized, ye സ്നാനപ്പെട്ട് shall receive the gift of നിങ്ങൾ the Holy Ghost. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് എന്നാൽ നിങ്ങൾക്ക് today, പരിശുദ്ധാത്മാവെന്ന it ദാനം is so ലഭിക്കും. different. പക്ഷെ ഇന്നത്തെ It comes in സുവിശേഷം different installments. വലിയ തവണയായിട്ടാണ് First you be വരുന്നത്. saved, ആദ്യം രക്ഷിക്കപ്പെടുക. Because some people only talk about salvation. കാരണം ചിലർ Then some രക്ഷിക്കപ്പെടുന്നതിനെ people കുറിച്ച് മാത്രമേ do not സംസാരിക്കുള്ളൂ. go beyond that. അതിനുപരിയായി As we അവർ heard പറയാറില്ല. last week. അവർക്ക് അത് അനുഭവം വേണ്ട. And so this mindset in which we have grown, we must be delivered from, brothers and sisters. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ നിന്ന്, ഇങ്ങനെയുള്ള ഒരു സുവിശേഷ Now let me രംഗത്തിൽ നിന്ന് share നമ്മൾ this to us. രക്ഷിക്കപ്പെടണം. Don't be offended at the word that I'm ഞാൻ sharing tonight. പറയുന്ന ഈ വാക്കുകളാൽ നിങ്ങൾ ഇടരരുത്. So after people have been saved, രക്ഷിക്കപ്പെട്ട ശേഷം then comes the second installment or the second payment. രണ്ടാമത്തെ തവണ We ask കൊടുക്കേണ്ടത് the people, ജനത്തോട് പറയും, നിങ്ങൾ now that you are born again, നിങ്ങൾ ഇപ്പോൾ വീണ്ടും ജനിച്ച we would want you to take നിങ്ങൾ baptism. സ്നാനപ്പെടണം. And so please think about it. അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. Whenever it is convenient to you, നിങ്ങൾക്ക് you may സൗകര്യമുള്ളപ്പോൾ think about it. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച്, Dear brother, please സഹോദര, consider this. ഈ ഒരു പടി I നിങ്ങൾ know your എടുക്കണം. situations. നിങ്ങളുടെ സാഹചര്യം എനിക്ക് I know മനസ്സിലാവും. your situations. I know your difficulties. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ I know എനിക്കറിയാം. your family background നിങ്ങളുടെ also. കുടുംബ പശ്ചാത്തലവും എനിക്കറിയാം. Etc. It goes on. പലതും We are പറഞ്ഞ് just coming. We are just requesting for the second installment. നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ തവണ അവരിൽ നിന്ന് അപേക്ഷിക്കുന്നു. You are due for your second installment. ഇതാ രണ്ടാമത്തെ തവണ Now, please അടയ്ക്കാനുള്ള consider. സമയം വന്നു. അതുകൊണ്ട് So you നിങ്ങളൊന്ന് should take ചിന്തിക്കുക. advantage. നിങ്ങൾ We may have a baptism service very soon. നമുക്ക് അടുത്ത് തന്നെ ഒരു ബാപ്റ്റിസം സർവീസ് കാണും. അതുകൊണ്ട് So നിങ്ങൾ you should ഒരുങ്ങ- take advantage of this baptism service. ഈ ഒരു ബാപ്റ്റിസം സർവീസ് ഉണ്ടായതുകൊണ്ട് നിങ്ങളും സ്നാനം Now, എടുക്കണം. that was not the message of the early church. പക്ഷെ അതല്ലായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് അവർ That കേട്ട is not the true സുവിശേഷം. gospel. അതല്ലായിരുന്നു അവരുടെ സുവിശേഷം. We saw very clearly in Acts chapter 2. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടത്. They preached Jesus Christ, അവർ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. one who is resurrected, പുനരുദ്ധാനത്തിൽ നിന്ന് who is the Lord പുനരുദ്ധാനപ്പെട്ട and ക്രിസ്തു, who is the King. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഇപ്പോൾ രാജാവായ ക്രിസ്തു. Yes. Now, this is important. Now when we turn again to book of Acts chapter 10. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം നമ്മൾ I വായിക്കുന്നു. know that. This is where even we are. നമ്മളും ഈ ഒരു അവസ്ഥയിലാകുന്നു എന്ന് ഞാൻ People are അറിയുന്നു. born again. പലരും വീണ്ടും ജനിച്ചു. We need to request them about the second installment. അവരോട് Why don't you think നിങ്ങൾ about baptism? സ്നാനത്തെക്കുറിച്ച് നിങ്ങൾ എന്താ Why ചിന്തിക്കാൻ? don't you consider നിങ്ങൾ this? സ്നാനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. Why don't you consider this? അതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ Don't you see നിങ്ങളൊന്ന് that what you had before is ആലോചിക്കുക. no baptism? നിങ്ങൾ ആദ്യം ചെയ്തത് സ്നാനമല്ല, That was only dipping in water. അത് വെള്ളത്തിൽ നിങ്ങൾ You are മുങ്ങിയെന്ന് not even മാത്രമേ born ഉള്ളൂ. again നിങ്ങൾ then. വീണ്ടും ജനിച്ചത് പോലുമില്ല. We have to talk to them and convince them, try to, അവരോട് draw them with സംസാരിച്ച് words. അവരോട് വാക്കുകളാൽ അവരെ ബോധ്യപ്പെടുത്തി അവരെ സ്നാനപ്പെടുത്താൻ പ്രേരിപ്പിച്ച് Acts chapter 10. ഉന്തിയും തെള്ളിയുമാണ് ഇന്ന് പലരെയും here we find സ്നാനപ്പെടുത്തേണ്ടത്. from verse പക്ഷേ 44 അങ്ങനെയല്ലായിരുന്നു ആദ്യ നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത്. And Peter was in the house of Cornelius. കൊർന്നേലിയസിന്റെ ഭവനത്തിലായിരുന്നപ്പോൾ 10:44 as നമ്മൾ Peter ഇങ്ങനെ began വായിക്കുന്നു. to preach അപ്പോസ്തല the പ്രവൃത്തി word, they believed in the gospel. അവർ Believed ആ in Jesus സുവിശേഷത്തിൽ അവർ Christ. വിശ്വസിക്കുകയും ക്രിസ്തുവിൽ അവർ വിശ്വസിക്കുകയും. Yes, and so we read here, എന്നിട്ട് ഇവിടെ വായിക്കുന്നത് while Peter yet spake these words, verse 44, 44-ാം the വാക്യം. Holy Ghost fell on all them that heard the word. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. So we see that everyone who believed, received the gospel, received Jesus Christ as the Lord and Savior and King of their lives. We see that the Holy Ghost fell on them. അവിടെ സുവിശേഷം കേട്ടു, അവർ യേശുക്രിസ്തു കർത്താവും രാജാവും എന്ന് സ്വീകരിക്കുകയും അവന്റെ കർത്തൃത്വത്തിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിപ്പാൻ ഇറങ്ങി വന്നു. Yes, that's all. And they of the circumcision which believed were astonished, as many came with Peter, because that on the Gentiles also was poured out the gift of the Holy Ghost.
For they heard them speak with tongues and magnify God. 45 അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ Then മഹത്വീകരിക്കുന്നതും answered കേൾക്കയാൽ Peter, Can any man forbid water that these should not be baptized, 47 വാക്യം. which have received the Holy Ghost as well as we? പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് Verse 48, very വിസ്മയിച്ചു. important. And he commanded them to be നമ്മെ പോലെ baptized in the പരിശുദ്ധാത്മാവ് ലഭിച്ച name ഇവരെ of the സ്നാനം Lord. കഴിപ്പിച്ചു കൂടാതെ വണ്ണം Commanded them. വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ Commanded them സ്നാനം to be കഴിപ്പിക്കാൻ baptized. കൽപ്പിച്ചു. പത്രോസ് കൽപ്പിച്ചു, Then സ്നാനപ്പെടാൻ prayed കൽപ്പിച്ചു. they him to tarry certain days. അവൻ ചില ദിവസം അവിടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. So we see very clearly. ഇവിടെ വ്യക്തമായി കാണുന്നത് Repent was a command. മാനസാന്തരം ഒരു കൽപ്പനയായിരുന്നു, Baptism was a command. സ്നാനം ഒരു കൽപ്പനയായിരുന്നു. Holy Spirit is a gift that the Father will give to you. ആ കൽപ്പന അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. And we see that all these things happened right there in the house of Cornelius. ഇതെല്ലാം കൊർന്നേലിയസിന്റെ ഭവനത്തിൽ സംഭവിച്ചു. The early apostles ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ were forthright than the preachers of today. ഇന്നത്തെ സുവിശേഷകന്മാരും നേതൃത്വത്തിലുള്ളവരെക്കാളും അവർ ധൈര്യമുള്ളവരും അവർ വ്യക്തതയുള്ളവരുമായിരുന്നു. Forthright, straightforward. And they spoke the word. അവർ നേരെ ചൊവ്വേ സംസാരിച്ചവരും അവർ ദൈവവചനത്തെ I know വ്യക്തമായി several പറഞ്ഞു. in our നേർക്ക് own നേർ പറഞ്ഞു. fellowship, ഇന്ന് നമ്മുടെ കൂട്ടായ്മയിലും in our churches, നമ്മുടെ കൂട്ടായ്മകളിൽ who are yet to see this truth of baptism സ്നാനത്തിന്റെ as a command of God. സ്നാനം ഒരു കൽപ്പനയാന്ന് They are കാണാൻ still ഇന്നും sitting കാണാത്തവർ പലരും നമ്മുടെ and കൂട്ടായ്മയിലുണ്ട്. pondering over this. ഈ സ്നാനം കഴിക്കണോ വേണ്ടയോ എന്ന് Whether they should do ആലോചിക്കുന്നവർ it or not to പലരും do it നമ്മുടെ or ഇടയിലുണ്ട്. when to do it, and they want to push it as far as possible. വേണോ വേണ്ടയോ, എത്ര നാൾ നീട്ടിവെക്കാൻ കഴിയുമോ അത്ര I നാൾ want to say to നീട്ടിവെക്കാം God's people എന്ന് who are ചിന്തിക്കുന്ന listening us tonight, പലരും എന്റെ ഈ വാക്കുകൾ കേൾക്കുന്നു എന്ന് wherever ഞാൻ you അറിയുന്നു. may be, ഇന്ന് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ Peter commanded them to be baptized that same time. വചനത്തിൽ നിന്ന് ഞാൻ വ്യക്തമായി പറയട്ടെ, പത്രോസ് സ്നാനപ്പെടാൻ അവരോട് കൽപ്പിച്ചു. Oh, brothers and sisters, പ്രിയമുള്ളവരെ, there were no options and അവിടെ choices given to the വേറെ early believers. ഓപ്ഷൻസോ തിരഞ്ഞെടുക്കുവാനായിട്ട് വേറെ രീതികളോ It വഴികളോ is not in ഇല്ലായിരുന്നു. installments. അത് തവണകളായിട്ട് Now we know ഉള്ളൊരു that when one is baptized, വ്യവസ്ഥയില്ലായിരുന്നു. he goes to the fellowship ഇന്ന് or goes to a church. വീണ്ടും ജനിച്ച And ശേഷം then, ഒരു കൂട്ടായ്മയിൽ the പോകുന്നു. leaders come and talk to അവിടെ them. ആ കൂട്ടായ്മയിലെ നേതൃത്വമുള്ളവർ come and talk to them. അവരോട് വന്ന് സംസാരിക്കുന്നു. Now that God has brought you, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, You are a അതുകൊണ്ട് child of God. നിങ്ങൾ ദൈവ പൈതലാകുന്നു, you are supposed to honor God ദൈവത്തെ നിങ്ങൾ മാനിക്കണം, even with the tithes and offerings. നിങ്ങൾ എന്തായാലും ദശാംശം കൊടുക്കണം. This is another installment the leaders ask for. ദേവദാസന്മാർ ചോദിക്കുന്ന മറ്റൊരു തവണ ഇതാണ്. When you receive Christ, these are things that will flow out because you have known Christ as your Savior, your Redeemer, and your Sustainer. ക്രിസ്തുവിനെ യഥാർത്ഥമായി ക്രിസ്തുവിനെ രാജാവായി അറിഞ്ഞവർ അവനാണ് അവനെ പരിപാലിക്കുന്നതും. ഈ കാര്യങ്ങൾ ആരും നിങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നൽകാൻ കൊടുക്കേണ്ട ദശാംശം കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അവരോട് അപേക്ഷിക്കേണ്ട ആവശ്യമാണ്. നിങ്ങൾ ദശാംശം കൊടുക്കണം. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ God will help you. നിങ്ങളെ ദൈവം സഹായിക്കും. Maybe നിങ്ങൾക്ക് some would ബുദ്ധിമുട്ടാണെങ്കിൽ say, well, in the New Testament there is no tithes. പറയും, പുതിയ നിയമത്തിൽ ദശാംശം എന്ന ഒരു കൽപ്പന ഇല്ലല്ലോ. There are some very what can I say, very clever believers. വളരെ ബുദ്ധിപൂർവമായി ഈ കാര്യം വരുമ്പോൾ പുതിയ നിയമത്തെ ഉപയോഗിച്ച് പറയും, സന്തോഷത്തോടെ കൊടുക്കുന്നതിനാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. മറ്റു പലരും പറയും ദശാംശം പഴയ നിയമത്തിലെ പഠിപ്പിലാണ്. ഇതെല്ലാം ഒരു മുഖാന്തരമാക്കി സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം താല്പര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇടത്തെ കൈ വലത്തെ കൈ കൊടുക്കുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ല. Yes,
So I don't want anyone to know what I'm giving. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് എന്താണ് കൊടുക്കുന്നതെന്ന് ആരും അറിയാൻ പാടില്ല. Some people are giving and even God does not really know how they are giving. ചിലര് What I'm trying to say is that, we see the heart of man. ഇതിൽ കൂടെയൊക്കെ നമ്മൾ കാണുന്നത് മനുഷ്യൻ There ദൈവത്തോട് are people with their clever minds debating in their lives വാദിക്കുകയും and are unfaithful to God. അവർ ദൈവത്തോട് ബാർഗെയിൻ They want to obey അവർ God only in this scripture. ഈ കാര്യം വരുമ്പോൾ അവർ പല They want to വാദങ്ങൾ only കൊണ്ടുവരുന്നു. obey God in this scripture. ബലപേശാൻ തുടങ്ങുന്നു. Nobody should know what I am giving to God. ഞാൻ കൊടുക്കുന്നത് ആരും അറിയാൻ പാടില്ല എന്ന്, എത്ര കൊടുക്കുന്നു എന്ന് പോലും ദൈവത്തിന് പോലും ചില ഒരു പക്ഷെ അറിയുന്നില്ലായിരിക്കും. Giving to God is important. ദൈവത്തിന് കൊടുക്കേണ്ടത് അത് വിലയേറിയതാണ്. അത് There are many scriptures which അതിനെക്കുറിച്ച് they overlook. വേദപുസ്തകത്തിൽ And they പല major on this scripture. വേദപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പല ഭാഗങ്ങളുണ്ട്. പക്ഷെ കൊടുക്കുന്ന കാര്യം So വരുമ്പോൾ too many people make their own choices. ഞാനിത് പറയാനുള്ള കാരണം ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ debate with God's word. ഈ രാജ്യത്തെക്കുറിച്ച് വരുമ്പോൾ They do അവർ not realize that they're debating സ്വന്തം with the king കാര്യങ്ങളും of their lives. അവരുടെ സൗകര്യങ്ങളും അവരുടെ രീതികളും owe their അവർ own ഒരുക്കും. lives. അവരുടെ ജീവിതം വിലയേറിയതായി എണ്ണുന്നു, അവരുടെ വഴികൾ വിലയേറിയതായി എണ്ണുന്നു. They owe their own lives to God. പക്ഷെ ഒരു കാര്യം അവർ മറക്കുന്നത്, അവരുടെ ജീവൻ പോലും അവർ ദൈവത്തിന് കടപ്പെട്ടവരാകുന്നു. അവരുടെ ആയുസ്സും ആരോഗ്യവും അവരുടെ സമ്പത്തും God, സ്വന്തം ജീവനും we really അവർ owe ദൈവത്തോട് our whole കടപ്പെട്ടിരിക്കുന്നു. life to him because he paid a great price. എനിക്കുള്ളത് എല്ലാം അവന് കൊടുക്കുവാൻ അവൻ യോഗ്യനാണ്. കാരണം അവനാണ് എനിക്ക് വേണ്ടി വലിയ വില കൊടുത്തത്. And we saw that example from the life of even Zacchaeus. സഖായിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരു ഉദാഹരണവും Then കണ്ടു. what are we talking about? ഇതൊക്കെ അറിഞ്ഞെങ്കിൽ So we നമ്മൾ see എന്തിനാണ് today, ഇങ്ങനെ ദൈവത്തോട് preachers come വിലപേശുന്നത്? around and leaders keep telling, give to God and God will give you എന്തുകൊണ്ടാണ് more. മറ്റുള്ളവർ നമ്മളെ നിർബന്ധിപ്പാൻ നമ്മൾ ഇടം കൊടുക്കുന്നത്? ദൈവത്തെ നമ്മൾ അറിഞ്ഞുവെങ്കിൽ, അവന്റെ രാജ്യത്തെ അറിയുന്നുവെങ്കിൽ And as I നമ്മൾ was അവന്റെ talking to കൽപ്പനകൾ somebody, അവൻ I അനുസരിക്കണം. don't know whether I shared it from here ഞാൻ or ഒരാളോട് I was സംസാരിച്ചോണ്ട് talking to somebody the last week. കഴിഞ്ഞ ആഴ്ച ഒരാളോട് I said, സംസാരിച്ചോണ്ടിരുന്നപ്പോൾ be careful when you underline your Bibles, നിങ്ങളുടെ ബൈബിൾ അണ്ടർലൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. lest those underlined portions will become your Bible. കാരണം അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങൾ മാത്രമേ നിങ്ങളുടെ That's very വേദപുസ്തകത്തിലുള്ളൂ. dangerous. അത് I'm not മാത്രമേ telling don't വായിക്കുന്നുള്ളൂ. underline. അണ്ടർലൈൻ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. But it should not be that certain verses only become our Bible and the rest are not looked into. ഞാൻ അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങൾ മാത്രമേ എന്റെ വേദപുസ്തകത്തിലുള്ളൂ, ബാക്കിയുള്ളതൊക്കെ It's a great ഞാൻ danger of അവഗണിക്കുന്നത്. അത് വളരെ You know, അപകടമായിട്ടുള്ള ഒരു many കാര്യം. have taken certain verses and built their lives on those ചില things. വാക്യങ്ങളെ എടുത്തുകൊണ്ട് അത് മുഖ്യമായതാക്കി തീർത്ത് അതിന്റെ While പുറത്ത് they അവരുടെ ignore സുവിശേഷത്തെയും many അവരുടെ other തത്വങ്ങളെ clear commandments of പണിയപ്പെടുന്നതായിട്ട് God in നമുക്ക് the കാണാം. word. പക്ഷേ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിരിക്കുന്ന കാര്യങ്ങളെ അവർ അവഗണിക്കുന്നു. മറ്റ് ഭാഗങ്ങളെ അവർ Other അവഗണിക്കുന്നു. important scriptures അവർ they disobey. തെരഞ്ഞെടുക്കുന്നതും അവർ They do not obey them പ്രാധാന്യം as the എന്ന് അറിയിക്കുന്ന disciples of വാക്യങ്ങളെ Jesus അവരെടുത്ത് Christ. മറ്റുള്ള വാക്യങ്ങളെ അപ്രാധാന്യം എന്ന് പറഞ്ഞ് As members of the തള്ളിക്കളയുന്ന body of അവസ്ഥ, Christ. മനോഭാവം പലരിലുമുണ്ട്. പക്ഷേ ദൈവവചനം പൂർണ്ണമായതും സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. അത് പൂർണ്ണമായും As members ദൈവവചനമാണ്. we must obey. അത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. ദൈവത്തിന്റെ സഭയുടെ ശരീരത്തിന്റെ ഭാഗമായ നാം അവന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കണം. Correct. There are leaders therefore today who say to the people, അതുകൊണ്ട് ഇന്ന് നേതൃത്വത്തിലുള്ളവർ, if it is too much for you to pay the tithes, നിങ്ങൾക്ക് ദശാംശം മൊത്തമായി കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, 1/10 is too much for you. നിങ്ങൾക്ക് ദശാംശം കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, Yes. നിങ്ങൾക്ക് 10% കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, Then pay little percent. എന്നാൽ പിന്നെ ഒരു 5% കൊടുക്കും, ഇല്ലെങ്കിൽ ഇച്ചിരി കൊടുക്കും, ചില ശതമാനം കൊടുക്കും, ചെറിയ ശതമാനം കൊടുക്കും. 5%. Then you won't feel it too much. അങ്ങനെ അല്പം കൊടുത്ത അത്രയും അങ്ങ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് And then തോന്നുകയില്ല. next year you can increase it a little bit. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇച്ചിരോടെ കൂടുതൽ കൊടുക്കാം. Thus you will not feel the pinch. അങ്ങനെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ദൈവത്തിന് കൊടുക്കാം. We see this. ഇങ്ങനെയുള്ളൊരു We see many brothers and sisters struggling with these things. I want to say that their eyes are not open to see that Jesus Christ, the King of your life. ഇങ്ങനെ തന്ത്രപരമായും
യുക്തിപരമായും പല കാര്യങ്ങളെ ചിന്തിച്ചും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം യേശു ക്രിസ്തുവിനെ രാജാവായി നമ്മൾ കാണാത്തത് കൊണ്ടാണ്. മറ്റു ചിലർ who say if you give the Lord, മറ്റു ചിലർ ഇങ്ങനെ പറയും, ഇങ്ങനെ നിർബന്ധിക്കും, God will give you 3-fold, 4-fold, 5-fold and 10-fold and even 100-fold. നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കും. 5 ഇരട്ടി 10 ഇരട്ടി അല്ല 100 ഇരട്ടി നിങ്ങൾക്ക് മടങ്ങി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് So I'm going to get 100% back. എന്ത് വലിയൊരു നിക്ഷേപമാ. ദൈവത്തിന് ഇച്ചിരി കൊടുത്താൽ ധാരാളം 100 തവണ കിട്ടിയാൽ അതെത്ര നല്ലതാ എന്ന് പറഞ്ഞ് ആൾക്കാരെ നിർബന്ധിക്കും. പക്ഷെ ഇങ്ങനെയുള്ള നിർബന്ധത്തിൽ നിന്ന് നമ്മൾ വിമുക്തരാകണം. ദൈവത്തിന് കൊടുക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും 100 മടങ്ങ് ലഭിക്കാനായിട്ടല്ല നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്. ദൈവത്തിന് കൊടുക്കുന്നതിന്റെ കാരണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാകും. എന്റെ ജീവിതം അവന് അതിന് യോഗ്യനാണ്. എനിക്കുള്ളതെല്ലാം ദൈവത്തിനുള്ളതാകുന്നു. Yes. Oh, may God help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. I want to tell you one thing. പ്രിയമുള്ളവരെ, we don't teach about or preach about tithes. നമ്മൾ ദശാംശത്തെ കുറിച്ചൊന്നും പ്രസംഗിക്കാറില്ല. When people ask us, we share with them. അവർ നമ്മളോട് ചോദിക്കുമ്പോൾ മാത്രമേ ഇതേക്കുറിച്ച് നമ്മൾ അവരോട് പറയാറുള്ളൂ. കാരണം ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു നിങ്ങളുടെ രാജാവായിട്ട് വാഴുന്നുവെങ്കിൽ, നിങ്ങൾ ഒരു പ്രയാസവും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്കുള്ളതും നിങ്ങൾക്ക് ഉള്ളതെല്ലാം നിങ്ങൾ ദൈവത്തിനായി കൊടുക്കും. ഒരു മടിയില്ലാതെ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ അവന്റെ കർത്തൃത്വം നമ്മൾ അനുഭവിക്കേണ്ടത്. So we need to be delivered from all these mentalities which are in us, though we are in a fellowship, a group where we talk about the kingship and the lordship of Christ. ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ രാജ്യത്വത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന ഒരു കൂട്ടായ്മയിലാകുന്നു എങ്കിൽ തന്നെയും ഇങ്ങനെ ആയിട്ടുള്ള മനോഭാവങ്ങൾ പലരിലും വ്യാപരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടണം. അതിനായിട്ടാണ് ദൈവം ഈ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം verse 33. അതിന്റെ 33-ാം വാക്യം. But seek ye first the kingdom of God and his righteousness, and all these things shall be added unto you. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. Yes. All these things. അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. What are these things that Jesus spoke about? ഇതൊക്കെ എന്ന് പറയുമ്പോൾ യേശു എന്താണ് അതിന്റെ അകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്? What are the things that Jesus promised were going to be added? ഇതോടുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു എന്തൊക്കെ കിട്ടുമെന്നാണ് യേശു പറഞ്ഞത്? ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് കിട്ടും? All these things have been mentioned in the previous verses. അത് ഇതിനു മുൻപുള്ള വാക്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ അകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. For want of time, I'm not going to read all these verses. Yes. For the Lord said, no man can serve two masters. Verse 24. For either he will hate the one and love the other, or else he will hold to the one and despise the other. Ye cannot serve God and mammon. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഒരു സമയത്ത് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയത്തില്ല. ഒരേ സമയത്ത് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയും. അതുകൊണ്ട് 25-ാം വാക്യം, Therefore I say unto you, wherefore? Because you cannot serve God നിങ്ങൾ രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിയാത്തതുകൊണ്ട്, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിപ്പാൻ കഴിയാത്തതുകൊണ്ട്, കഴിയുകയില്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ Is not the life more than meat and body than raiment?
എന്ന്. Yes, and it goes on. ആഹാരത്തെക്കാൾ Then the Lord ജീവനും gives ഉടുപ്പിനേക്കാൾ examples ശരീരവും how the വലുതല്ലോ. Heavenly Father is providing. എന്നിട്ട് ഇത് ശേഷം For the സ്വർഗസ്നായ birds പിതാവ് and the lily എങ്ങനെയാണ് and all that. പക്ഷികൾക്കും Example, ആകാശത്തിലെ he speaks about. ലില്ലികളെയും പറവകളെയും So the Lord said, seek ye ഒക്കെ first the ദൈവം king എങ്ങനെയാണ് അവരെ പരിപാലിക്കുന്നതെന്നൊക്കെ പറഞ്ഞ and ശേഷം his kingdom എന്നിട്ട് പറഞ്ഞു, and all these things. ദൈവരാജ്യത്തെ You cannot അന്വേഷിക്കുന്നുവെങ്കിൽ serve God and materialism and money. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് Take no thought about these things. ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ Then വിചാരപ്പെടേണ്ട. conclusion he എന്നിട്ട് says, ഇതിന്റെ എല്ലാം yes, so verse 31, ചുരുക്കത്തിൽ പറഞ്ഞത് verse 30 onwards, 30 wherefore വാക്യം. if God so clothe the grass of the field, which today is, and tomorrow is cast into the oven, shall he not much more clothe you, O ye of little faith? Therefore take no thought, saying, what shall we eat, or what shall we drink, or wherewithal shall we clothe? For all these things do the Gentiles seek. For your heavenly Father knoweth that ye need of all these things. But seek ye first the kingdom of God and his righteousness, and all these things shall be added unto you. Yeah, just say this. Verse 31. 31 വാക്യം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. Verse 33. 33 വാക്യം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ये सब वस्तुएं क्या वस्तुएं written in verse 31. 31 വാക്യത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് Yes. 33 What are the പറഞ്ഞത്. things that God has promised to add? നിങ്ങൾ ദൈവരാജ്യത്തെ അന്വേഷിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ 31 The Lord വാക്യത്തിൽ made it പറഞ്ഞത് very clear. We are going to receive elementary things of life, ജീവിതത്തിൽ ആവശ്യമുള്ള പ്രാഥമികമായ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് such നൽകും. as food and drink and clothes, ആഹാരം, and even a കുടിപ്പാനായിട്ടും place to stay. വസ്ത്രവും താമസിപ്പാനൊരു You know, ഇടവും, these are the things that God said, I will add to you. ഇതൊക്കെ നിങ്ങൾക്ക് തരും എന്ന് ദൈവം The പറഞ്ഞു. things we need in our lives. നമ്മുടെ പ്രാഥമികമായ ആവശ്യത്തിനായിട്ടുള്ള കാര്യങ്ങൾ ദൈവം ഉറപ്പായിട്ടും നമുക്ക് നൽകും. Let me say it in the other words. ഞാൻ വേറെ വാക്കിൽ പറയട്ടെ, If we do not have ഇത് these things, ഈ കാര്യങ്ങൾ നമുക്കില്ലെങ്കിൽ that means we are not seeking his kingdom. അതിന്റെ അർത്ഥം നമ്മൾ അവന്റെ രാജ്യത്തെ That's what അന്വേഷിക്കുന്നില്ല. also it means. It also means that, അതിന്റെ to put it around the scripture, ആ വാക്യം you are തിരിച്ചെന്നിട്ട് seeking the kingdom, നിങ്ങൾ ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ all these things will be provided by ദൈവം God. ഇതൊക്കെ നിങ്ങൾക്ക് നൽകും. അത് So if we do ദൈവത്തിന്റെ not have വാഗ്ദത്തമാണ്. these things, ഈ കാര്യങ്ങൾ നമുക്ക് ഇല്ലെങ്കിൽ There is a danger in our നമ്മുടെ lives. ജീവിതത്തിൽ ഒരു We അപകടമുണ്ട്. may not be seeking the real king and kingdom in our lives. അതിന്റെ അർത്ഥം നമ്മൾ യഥാർത്ഥമായ ദൈവത്തെയും ദൈവരാജ്യത്തെയും അല്ലായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നത്. We are not to worry അതുകൊണ്ട് about these things. ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ I am വിചാരപ്പെടേണ്ട. not to worry about what shall I eat, what shall I drink, how shall I clothe myself. ഞാൻ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടേണ്ട എന്ന് യേശു പറഞ്ഞു. വിചാരപ്പെടേണ്ട. But what am I to worry? ഞാൻ എന്തിനെ കുറിച്ചാണ് വിചാരപ്പെടേണ്ടിയത്? I am to worry about the kingdom. ഞാൻ ദൈവരാജ്യത്തെ കുറിച്ചാണ് വിചാരപ്പെടേണ്ടത്. My concern, എന്റെ ചിന്തയും my burden, എന്റെ ഭാരവും and my seeking ought to be the kingdom of ഞാൻ God. അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമായിരിക്കണം. That ought to be my concern and my worry. എന്റെ ഭാരവും ഞാൻ അന്വേഷിക്കുന്നത് When I ദൈവരാജ്യമായിരിക്കണം. keep my eyes upon the king, ഞാൻ എന്റെ കണ്ണുകൾ രാജാവിൽ വെക്കുമ്പോൾ he will meet these basic elementary needs of ഈ mine. പ്രാഥമിക ആവശ്യങ്ങളൊക്കെയും എന്റെ ദൈവം സന്ധിക്കും. You know, we need to understand ഈ this. കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. Where do I get all these ഈ things? കാര്യങ്ങളൊക്കെ എവിടുന്നാ ലഭിക്കുന്നത്? Well, they will be added to my life. ഇത് എന്റെ ജീവിതത്തിന് അവൻ നൽകും. They are added unto ഇതൊക്കെ me. നിങ്ങൾക്ക് കിട്ടും.
while I am seeking the king ദൈവരാജ്യത്തെയും അവന്റെ രാജാവിനെ and the അന്വേഷിക്കുമ്പോൾ kingdom ഇതൊക്കെ in my കിട്ടും. life. As a result of seeking him, അന്വേഷിക്കുന്നതിന്റെ പരിണിത ഫലമായി ഇതൊക്കെ കിട്ടും. you know, all these will be added to my life. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകും. This is what the scripture says. ഇതാകുന്നു ഈ വേദഭാഗം വ്യക്തമാക്കുന്നത്. If we truly examine the believers' lives today, ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ഒന്ന് നമ്മൾ ആഴമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ the lives of many Christians and believers, ഇന്ന് അനേക വിശ്വാസികളുടെ അവസ്ഥ, yes, we could conclude that Jesus said something different. യേശു ക്രിസ്തു മറ്റൊരു ആയിരിക്കണം പറഞ്ഞെന്ന് ഉള്ള ഒരു രീതിയിലാണ് അവരുടെ Let me ജീവിതം. illustrate that here. ഞാനൊന്ന് അത് If വിശദമാക്കട്ടെ. you look at the believers' lives today, ഇന്നത്തെ വിശ്വാസികളുടെ ജീവിതം it would നോക്കുമ്പോൾ look like Jesus said something different. യേശു ക്രിസ്തു ഇങ്ങനെയല്ല മറ്റൊരു രീതിയിലാ പറഞ്ഞതെന്ന് പോലെ Let me തോന്നിപ്പോകും. illustrate that. വ്യത്യസ്തമായി Let പറഞ്ഞതുപോലെ me quote തോന്നിപ്പോകും. that, or let me say that. Seek ye first what you are going to eat. നിങ്ങൾ എന്ത് തിന്നും എന്ന് ആദ്യം അന്വേഷിക്കുക. Seek ye first what you shall eat. നിങ്ങൾ ആദ്യമായിട്ട് അന്വേഷിക്കേണ്ടത് നിങ്ങൾ എന്ത് തിന്നും എന്നതാണ്. It would look like that's what Jesus said. ഇന്നത്തെ വിശ്വാസികളുടെ ജീവിതം നോക്കിയാൽ That is the അങ്ങനെ way many യേശു are ക്രിസ്തു living today. അങ്ങനെ പറഞ്ഞതുപോലെ ഉള്ള രീതിയിലാണ് അവർ Seek ye ജീവിക്കുന്നത്. first what you are going to നിങ്ങൾ എന്ത് eat. തിന്നും എന്ന് ആദ്യം അന്വേഷിക്കുക. Seek ye first how you are going to dress. നിങ്ങൾ എങ്ങനെ എന്ത് വസ്ത്രം തിന്നും അത് നിങ്ങൾ അന്വേഷിക്കുക. Seek ye എന്ത് first വസ്ത്രം what you are ധരിക്കും, going to buy. എന്ത് വസ്ത്രം വാങ്ങിക്കും എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ആദ്യം അന്വേഷിക്കുക. Seek ye first what kind of house you are going to buy. നിങ്ങൾ എങ്ങനത്തെ ഒരു ഭവനം വാങ്ങിക്കും ഇല്ലെങ്കിൽ പണിയും എന്നത് ആദ്യം അന്വേഷിക്കുക. Seek ye first what kind of car you are going to എങ്ങനത്തെ buy. കാറ് നിങ്ങൾ വാങ്ങിക്കും എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ആദ്യം അന്വേഷിക്കുക. Seek ye first which girl you are going to marry. നിങ്ങൾ ഏത് സ്ത്രീയെ വിവാഹം ചെയ്യും എന്ന് ആദ്യം അന്വേഷിക്കുക. What kind of, seek ye first which boy you are going to marry. നിങ്ങൾ എപ്രകാരം ഒരു പുരുഷനെ വിവാഹം ചെയ്യും എന്ന് ആദ്യം Seek ye find അന്വേഷിക്കുക. what profession you should take on. നിങ്ങൾ എന്ത് ജോലി ഇല്ലെങ്കിൽ എന്ത് ജോലി Seek ye first what job you ചെയ്യും want എന്ന് to ആദ്യം do. നിങ്ങൾ അന്വേഷിക്കുക. Seek ye first what course you want to learn or to നിങ്ങളുടെ ജീവിതത്തിൽ undergo. ഏത് കോഴ്സ് പഠിക്കാൻ എടുക്കേണ്ടത് അത് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക. When you look at believers' life, ഇന്നത്തെ വിശ്വാസികളുടെ ജീവിതം നോക്കുമ്പോൾ it looks like that. ഇങ്ങനെയാ യേശു പറഞ്ഞതുപോലെ തോന്നിപ്പോകും. And then എന്നിട്ട് seek ye first these things. ഇതൊക്കെ നിങ്ങൾ ആദ്യം അന്വേഷിച്ച And ശേഷം then അതിനുശേഷം if there is any time left, എന്തെങ്കിലും സമയം ഇനി it മിച്ചമുണ്ടെങ്കിൽ, is comfortable for you, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ, it is not very straining for you, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ then seek the kingdom of God. എന്നിട്ട് ദൈവരാജ്യം അന്വേഷിക്കുക. That is the way the lives of God's people speak today. ഇന്നത്തെ വിശ്വാസികളുടെ ജീവിതം നോക്കിയാൽ ഇങ്ങനെ യേശു ഇപ്രകാരം പറഞ്ഞതുപോലെ തോന്നും പോകും. Let's be honest. നമ്മൾ ദൈവസന്നിധിയിൽ Let's be honest ആത്മാർത്ഥതയോടെ before God tonight. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. That's the way most of God's people live today. ഇന്ന് ഭൂരിപക്ഷ ദൈവമക്കൾ ജീവിക്കുന്നത് അങ്ങനെയാണ്. In their list, Lord comes the last. അവരുടെ ലിസ്റ്റിൽ In their അവസാനത്തിലാണ് priorities, യേശു the ദൈവം kingdom വരുന്നത്. is the last. ദൈവരാജ്യം ഏറ്റവും അവസാന In their priority list, to-do list, മുൻഗണനകൾ അവസാനത്തേതാണ്. to-do list for today, the Lord is the last. If ചെയ്യേണ്ട there is any കാര്യങ്ങളിൽ time left, അവസാനത്തേതാണ് If you are not ദൈവത്തിന്. very അങ്ങനെ if you have some time, സമയമുണ്ടെങ്കിൽ, then seek the kingdom. ക്ഷീണമില്ലെങ്കിൽ, Or എന്നാൽ that also 10 minutes. അത് ഒരു 10 മിനിറ്റ്. If you go for a meeting, it should be 1.5 hours. നിങ്ങൾ ഒരു മീറ്റിംഗിന് പോയാൽ അത് 1.5 മണിക്കൂറിൽ തീരണം. Everything, you know, the kingdom and the king is the last. ദൈവവും ദൈവരാജ്യവും അവസാന മുൻഗണന. Please, പ്രിയമുള്ളവരെ, we have to be ashamed നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ of the way ലജ്ജിക്കണം. we are treating this king in our ഈ life. രാജാവിനോട് നമ്മൾ ഇടപെടുന്നതും ഈ രാജാവിനോടുള്ള നമ്മുടെ മനോഭാവത്തിൽ നമ്മൾ We മാനസാന്തരപ്പെടും. have നമ്മൾ to. I'm not ലജ്ജിതരാണ്. saying this because I am a full-time minister. ഞാനിത് പറയുന്നത് ഞാനൊരു ഫുൾ ടൈം ശുശ്രൂഷകനായതുകൊണ്ടല്ല. Listen carefully. പ്രിയമുള്ളവരെ കേൾക്കുക. If you ask an average man today ഇന്ന് ഒരു or an സാധാരണ average woman ഒരു today, സാധാരണ വിശ്വാസിയോടോ ഒരു സ്ത്രീയോടോ what പുരുഷനോടോ are you ചോദിക്കുമ്പോൾ working for? നിങ്ങൾ എന്തിനു വേണ്ടിയാ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ They will say, ഇങ്ങനെ പറയും,
If I don't work, ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ I do not eat. എനിക്ക് ഭക്ഷണം കിട്ടത്തില്ല, കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുകയില്ല. Then you ask that പിന്നെ ആ person, വ്യക്തിയോട് ഇങ്ങനെ ചോദിക്കാം, well, what do you eat for? എന്തിനാ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? Yes, किस लिए खाते हो? എന്തിനാ Then കഴിക്കുന്നത്? they will say, അന്നേരം പറയും, well, I eat to work. ഞാൻ കഴിക്കുന്നത് ഞാൻ ജോലി ചെയ്യാനാ, എനിക്ക് ജോലി To be ചെയ്യാനുള്ള able ആരോഗ്യം. to eat. ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? ജോലി ചെയ്യാനുള്ള To be ആരോഗ്യം. able to work. To able to work, that I may eat. ഞാൻ ജോലി ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ ഞാൻ കഴിക്കുന്നു. Yes. That I may be able to work, so I eat. So I eat to work, I work to eat. ഞാൻ കഴിക്കുന്നത് ജോലി ചെയ്യാനാണ്, ഞാൻ ജോലി ചെയ്യുന്നത് കഴിക്കാനാണ്. And I want to tell you, ഇങ്ങനെയുള്ള ഒരു that is not life. വൃത്തത്തിലാണ് ഇന്ന് അനേകർ. This is what we see today. ഇന്ന് അനേകരിൽ കാണുന്നത് This is അവസ്ഥ not ഇതാണ്. പക്ഷെ ഇതല്ല ജീവിതം, പ്രിയമുള്ളവര്. Even though people live like that ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുവെങ്കിൽ തന്നെ, all around us, നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നെങ്കിലും, you know, they are working to eat അവർ ജോലി ചെയ്യുന്നത് ഈ ഒരു and തിന്മാൻ. eating to work. ഭക്ഷണം കഴിക്കാനും ഭക്ഷണം കഴിക്കുന്നത് Is that life? ജോലി ചെയ്യാനും. ഇതാണ് ജീവിതം. And many are working to eat means to meet every other need. അനേകം ജീവിക്കുന്നത് അവരുടെ എല്ലാ They have ആവശ്യങ്ങളും taken സന്ധിക്കാൻ. loans. അവർ ലോൺ എടുക്കുകയും Because they want to be like others. മറ്റുള്ളവരെ പോലെ ആകാനായിട്ട് ഉള്ള They have no ആഗ്രഹത്തോടെ means. അവർക്ക് ജീവിപ്പാനുള്ള മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് And suddenly they lose their job. അവരുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ They have no means to pay back the EMIs for their house and their cars. അവർ എടുത്ത തവണകളെ അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരുന്നു. I discourage brothers and sisters for going into loans. ലോണിലേക്ക് പോകുന്ന I discourage them. പലരും ഞാൻ നിരുത്സാഹപ്പെടുത്താറുണ്ട്. Discourage. Yes. So it's very important, brothers. Listen carefully ഞാൻ tonight. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. People are eating to work, working to eat. തിന്നാൻ ജോലി ചെയ്യുന്നു, It's a ജോലി circle ചെയ്യുന്നത് in തിന്മാനാണ്. which their life is going ഈ ഒരു around. വൃത്തത്തിലാണ് ഇന്ന് അനേകർ ആയിരിക്കുന്നത്. They have taken loans. അവർ ലോൺ എടുത്തു, They have to pay it back. അത് ആ തവണകൾ They have taken മടക്കി, loan for house. വീട് പണിയാനായിട്ട് They thought they ലോൺ can save എടുത്തു. some tax. But one day you lose your job. അന്നേരം ജോലി നഷ്ടപ്പെടുന്നു. How many people have lost job during this pandemic now? Yes. ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് എത്ര പേർക്ക് ജോലി നഷ്ടപ്പെട്ടു? Never sought the will of God. But everyone did that which is അവർ right in their ദൈവഹിതത്തെ own eyes. അന്വേഷിച്ചില്ല. Many people are in എല്ലാവരും this circle. അവരുടെ കണ്ണിൽ ശരിയായത് And many തോന്നിയത് അവർ ചെയ്തു. believers are in this circle today. ഇങ്ങനെയുള്ള ഒരു വൃത്തത്തിലാണ് ഇന്ന് അനേകർ. Yes. ഇന്ന് അനേക വിശ്വാസികളും ഇങ്ങനെയുള്ള May God വൃത്തത്തിലാണ്. help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. These people are alive only because they are not dead. मरा नहीं अब तक इसलिए जिंदा है. നമ്മൾ ഇതുവരെ മരിക്കാത്തത് കൊണ്ടാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല ജീവിതത്തിന്റെ അർത്ഥം, പ്രിയമുള്ളവര്. Husbands and wives cannot even meet together and communicate. ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ സന്ധിപ്പാൻ സമയമില്ല. Working. അവർ ജോലി ചെയ്യുന്നു, Working. അവർ ജോലി They ചെയ്യുന്നു, just breathe. It's not real life, brothers and അവർ sisters. ശ്വസിക്കുന്നു. പക്ഷെ അതല്ല You know, ജീവിതം, I may പ്രിയമുള്ളവര്. sound very radical or maybe like a narrow-minded man, but let me tell you the truth. ഞാൻ വളരെ ഇടുങ്ങിയ ചിന്താഗതിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഇന്ന് തോന്നിപ്പോകാമായിരിക്കും. പക്ഷെ ഒരു സത്യം ഞാൻ I നിങ്ങളോട് would like പറയട്ടെ. to put it across to all of us. ഞാൻ നിങ്ങളോട് വ്യക്തമായി There is ഒരു a കാര്യം പറയാം. purpose of God for which we are here and now. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, പ്രിയമുള്ളവര്. We are here now, നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്, and there's a purpose of God bound with us now and here. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവികമായ ഒരു ഉദ്ദേശമുണ്ട്. Now we must know why we eat.
എന്തിനാണ് നമ്മൾ തിന്നുന്നത്? Many people today, they eat to work. But we don't eat to work. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ജോലി We ചെയ്യാൻ must know അല്ല. why we eat. നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് പ്രിയമുള്ളവര്? We must know why we work. നമ്മൾ എന്തിനാ ജോലി ചെയ്യുന്നത്? We must know why we sleep. നമ്മൾ എന്തുകൊണ്ടാണ് ഉറങ്ങുന്നത്? I have a purpose to live for now. കാരണം ഇപ്പോൾ ജീവിക്കുന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്. അതിന് ഇപ്പോൾ I have a purpose to live for now. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്. Yes. ये उद्देश्य का कारण मुझे मैं अभी जी रहा हूं. ഒരു ഉദ്ദേശ നിമിത്തമാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. इस उद्देश्य से बांधा हूं, इसलिए मैं जी रहा हूं. I have a purpose to live for now, and that's why I am working. And that's why I'm eating. That's why I'm sleeping. ഇപ്പോൾ ജീവിക്കുന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഞാൻ തിന്നുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഞാൻ ഉറങ്ങുന്നത്. ഇത് ഇങ്ങനെയുള്ള ഒരു ജീവിതം വ്യത്യസ്തമാണ്. ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ജാതികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷെ നിങ്ങൾ അപ്രകാരമുള്ളവരല്ല. നിങ്ങൾ ജാതികളെ പോലെയുള്ളവർ. നിങ്ങൾ രാജ്യത്തിന്റെയും രാജ്യത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. നമ്മൾ അവന്റെ മക്കളാകുന്നു. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങളുടെ ഭൗമികമായ പിതാക്കന്മാരെക്കാളും നല്ലോണം നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളെ കുറിച്ച് അറിയുന്നു. ഇത് നമ്മൾ വ്യക്തമായി അറിയണം. ഇതെന്റെ ജീവിതത്തിൽ നമ്മൾ വ്യക്തമായി അറിയണം. ഞാൻ കഴിക്കുന്നു, ഞാൻ കുടിക്കുന്നു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ ജോലി ചെയ്യുന്നു. പക്ഷെ ഒരു വ്യത്യസ്തതയിൽ എനിക്കൊരു ഉദ്ദേശം, എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. And it is linked with the kingdom of God. ആ ലക്ഷ്യവും ആ ഉദ്ദേശവും ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. That kingdom of God is now and here. ഈ രാജ്യം ഇപ്പോൾ വരുന്ന രാജ്യമാണ്, ഇപ്പോൾ അനുഭവിക്കേണ്ട രാജ്യമാണ്. His kingdom must come. അവന്റെ രാജ്യം വരണം now into my life. എന്റെ ജീവിതത്തിൽ ഇപ്പോൾ His വരണം. kingdom must come now into my life. അവന്റെ രാജ്യം ഇപ്പോൾ എന്റെ ജീവിതത്തിൽ വരണം. What is that? അതിന്റെ അർത്ഥം His rule. അവന്റെ രാജ്യം, അവന്റെ കർത്തൃത്വം, രാജ്യത്തിന്റെ കർത്തൃത്വം, and his authority. അവന്റെ അധികാരം, ഈ രാജാവിന്റെ അധികാരം ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കണം. So let's get it right, brothers and sisters. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കണം. ഈ രക്ഷയിൽ നമ്മൾ വരുമ്പോൾ, ഈ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം മാറി. We are here for a purpose. ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവന്റെ ഉദ്ദേശത്തിലും അവന്റെ നിർണയപ്രകാരമാകുന്നു ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. ഞാൻ തിന്നുന്നു, ഞാൻ കുടിക്കുന്നു, ഞാൻ വസ്ത്രം ധരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു ഒരു ഉദ്ദേശത്താൽ. ആ ഉദ്ദേശം അവന്റെ രാജ്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യം ഇപ്പോൾ, His kingdom must come now. ദൈവരാജ്യം ഇപ്പോൾ വരണം. Thy kingdom come. നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഇപ്പോൾ, കർത്താവേ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ, ഇവിടെ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കണം. His rule and his authority. അവന്റെ അധികാരവും അവന്റെ കർത്തൃത്വവും അവന്റെ രാജ്യത്വവും ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ വരണം. അവന്റെ രാജ്യം, അവന്റെ അധികാരം എന്റെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു. ആ ഉദ്ദേശം എന്റെ ജീവിതത്തിൽ ഇപ്പോൾ അത് ഭരിക്കപ്പെടണം. How important it is for our eyes to be open, brothers and sisters. It is not a matter of future kingdom. വരാനുള്ള ഒരു രാജ്യത്തെ കുറിച്ചല്ല, but it's a matter of the kingdom now in my life. പക്ഷെ ഇപ്പോൾ അനുഭവിക്കേണ്ട രാജ്യമാകുന്നു. അത് എത്ര വലിയതാകുന്നു. Jesus Christ preached the kingdom.
യേശുക്രിസ്തു He says, രാജ്യത്തെക്കുറിച്ച് repent for the പ്രസംഗിച്ചു. kingdom of God is at hand. We read that in Matthew chapter 4 verse 17. We won't read it. മത്തായിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ Matthew വായിച്ചു. chapter 4 verse 17. We will not read it. മത്തായിന്റെ സുവിശേഷം 4:17 അവിടെ കാണുന്നു. Jesus Christ preached the repentance and the kingdom of God. യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, മാനസാന്തരത്തെക്കുറിച്ച് The പ്രസംഗിച്ചു. disciples began to preach before the death of Jesus Christ. യേശുക്രിസ്തുവിന്റെ മരണത്തിന് Repent, for the kingdom of God is at hand. ശിഷ്യന്മാർ പ്രസംഗിച്ചു, സ്വർഗരാജ്യം ഇതാ വന്നിരിക്കുന്നു, And after the സമീപിച്ചിരിക്കുകയാൽ resurrection നിങ്ങൾ of Jesus മാനസാന്തരപ്പെടും. Christ and the ascension of യേശുക്രിസ്തുവിന്റെ Christ, പുനരുദ്ധാനത്തിന് ശേഷം, we saw from ആരോഹണത്തിന് Acts chapter ശേഷം 2, അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ the കാണുന്നു, apostles preached the kingdom of God. അപ്പോസ്തലന്മാർ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. Yes. But unfortunately today, പക്ഷേ ദുർഭാഗ്യവശത്താൽ we have changed that gospel. ആ സുവിശേഷത്തെ It നമ്മൾ is no മാറ്റി. more the king. It is no more the lordship. കർത്തൃത്വവുമില്ല, But we have രാജ്യത്വമില്ല. changed that gospel. ആ സുവിശേഷത്തെ നമ്മൾ Today we are തരംമാറ്റി. made into two gospels. നമ്മൾ 2 സുവിശേഷമാക്കി മാറ്റി. One is the gospel of salvation, ഒന്ന് രക്ഷയുടെ സുവിശേഷം, and the other one is the gospel of the kingdom. മറ്റേത് രാജ്യത്തിന്റെ സുവിശേഷം. But in the New Testament, പക്ഷെ പുതിയ നിയമത്തിൽ we only read about one gospel. ഒരു സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുള്ളൂ. That is the gospel of Jesus Christ, അത് where Jesus യേശുക്രിസ്തുവിന്റെ Christ is the Lord and King, യേശുക്രിസ്തുവിന്റെ സുവിശേഷം, which is the അവൻ gospel of the രാജാവും kingdom അവൻ of God. കർത്താവുമായ സുവിശേഷം. Yes. The disciples were commissioned to preach that kingdom. ഈ രാജ്യത്തിന്റെ സുവിശേഷത്തെ പ്രസംഗിപ്പാനാകുന്നു ദൈവം ശിഷ്യന്മാരെ Matthew chapter കൽപ്പിച്ചത്. 28 verse 29 and 30 we read, go ye and preach and make disciples. മത്തായിന്റെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 29-ഉം 30-ഉം That's what പറഞ്ഞ the നിങ്ങൾ Lord said unto them. ലോകമെമ്പാടും പോയി എന്റെ ശിഷ്യന്മാർ Yes, go ye ആക്കുവിൻ. therefore, preach all nations, baptizing them in the name of the Father, Son and the Holy Ghost. 19-ാം വാക്യം. Yes. But unfortunately, പക്ഷെ ദുർഭാഗ്യവശത്താൽ everything is changed today. പക്ഷെ ഇന്ന് എല്ലാം മാറ്റപ്പെട്ടു. These disciples മാറിയിരിക്കുന്നു. preached the kingdom, ശിഷ്യന്മാർ ദൈവരാജ്യത്തെ പ്രസംഗിച്ചു. and they were told to make disciples. യേശു അവരോട് കൽപ്പിച്ചത് He did not നിങ്ങൾക്ക് say to them, ശിഷ്യന്മാരുണ്ടാക്കാൻ. യേശു ഇങ്ങനെ പറഞ്ഞില്ല, Save souls. നിങ്ങൾ ആത്മാക്കളെ രക്ഷിക്കാൻ പറഞ്ഞില്ല. But he told them, make disciples. അവരോട് അവരെ What do you mean ശിഷ്യന്മാരാക്കുവിൻ. by disciples? ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് എന്തോ? Followers അനുഗമിക്കുക, of the master. യജമാനനെ അനുഗമിക്കുന്നവർ. Yes. Live for. Yes. ഇതിനു വേണ്ടിയാണ് നാം For the ജീവിച്ചിരിക്കുന്നത്. kingdom. ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി. This മാത്രം. kingdom is to grow in you and in me. ഈ രാജ്യം നമ്മുടെ ഓരോരുത്തരുടെയും This ജീവിതത്തിൽ kingdom is to വളരണം. grow and come here on this earth. ഈ രാജ്യം വളർന്ന് ഇപ്പോൾ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണം. Thy kingdom come. നിന്റെ രാജ്യം വരണമേ, Thy will be done. നിന്റെ ഹിതം സ്വർഗത്തിൽ പോലെ Where? ഭൂമിയിലുമാകണം. On this earth. ഭൂമിയിൽ When? എപ്പോൾ? Now. ഇപ്പോൾ. Hallelujah. The kingdom is to grow now. ഈ രാജ്യം ഇപ്പോൾ വളരണം. This kingdom is to come now. ഈ രാജ്യം ഇപ്പോൾ വരണം. Inch by inch. അല്പമല്പമായി. I must recover the things that belong to God. ദൈവത്തിനുള്ളത് എന്റെ ജീവിതത്തിൽ അത് മടക്കി സ്ഥാപിപ്പിക്കപ്പെടണം. I must recover the things that belong to God. Yes. ഞാൻ ദൈവത്തിന്റെ കാര്യങ്ങളെ ഞാൻ It has വീണ്ടെടുക്കണം. to be recovered. എന്റെ ജീവിതത്തിൽ അത് വീണ്ടെടുക്കണം. Yes. That which the enemy has taken over, it is to be recovered. ശത്രു അപഹരിച്ചത് എല്ലാം വീണ്ടെടുക്കണം. Yes. That kingdom of God is to come upon this earth. ഓ, ഈ ദൈവരാജ്യം എന്റെ ജീവിതത്തിൽ ഞാൻ I അനുഭവിക്കണം. must reflect his life. എന്റെ ജീവിതത്തിൽ And അവന്റെ the ജീവിതം testimony of the വെളിപ്പെടണം. kingdom. രാജ്യത്തിന്റെ സാക്ഷ്യം എന്റെ ജീവിതത്തിൽ And to കൂടെ do വെളിപ്പെടണം. that, അത് To do വെളിപ്പെടേണ്ടതിന് that, അത് to do വെളിപ്പെടേണ്ടതിന് what? To reflect his life,
അവന്റെ bear ജീവനിൽ his വെളിപ്പെടേണ്ടത്, testimony, അവന്റെ സാക്ഷ്യം എന്റെ for his ജീവിതത്തിൽ kingdom to വെളിപ്പെടേണ്ടത്, come here അവന്റെ രാജ്യം ഇപ്പോൾ in വെളിപ്പെടേണ്ടത് my life എന്റെ ജീവിതത്തിൽ and through വെളിപ്പെടേണ്ടത്, my life, എന്റെ ജീവിതത്തിൽ കൂടെ inch by വെളിപ്പെടേണ്ടത്, inch, അല്പം to അല്പമായി recover വെളിപ്പെടേണ്ടത്, things that belong to God. ദൈവത്തിന്റെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ To do that, വീണ്ടെടുക്കപ്പെടേണ്ടതിന്, usko karne ke liye, ആ വീണ്ടെടുക്കപ്പെടേണ്ടതിന് ഞാൻ കഴിക്കണം. hallelujah, amen, amen. You saw the reason why we are eating, എന്തിനാ നമ്മൾ Why we are തിന്നുന്നത് drinking? എന്നതിന്റെ ലക്ഷ്യം why മനസ്സിലായി. God is sustaining us. ദൈവം എന്തിനാ നമുക്ക് ആരോഗ്യം തരുന്നത്? Not to have mansions and houses and palaces and riches and many things upon this earth. No. വീടുകളും കൊട്ടാരങ്ങളും ധനികരായി ജീവിപ്പാനായിട്ടല്ല ദൈവം നമുക്ക് ആരോഗ്യവും ബലവും തരുന്നത്. അതിനല്ല. God gives you, take it, please. ഇത് ദൈവം നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ അത് സ്വീകരിക്കുക. അതിൽ ഞാൻ ഒട്ടും അതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല, Why do I തടയുന്നില്ല. eat? പക്ഷെ Why ഞാൻ do I കഴിക്കുന്നതും ഞാൻ Why കുടിക്കുന്നതും, should I have health? എനിക്ക് Why ആരോഗ്യം should I have എന്തിനാണ്? sleep? എന്തിനാണ് ഞാൻ ഉറങ്ങുന്നത്? ഒരു ലക്ഷ്യം, നിന്റെ രാജ്യം വരാൻ, Thy will be done. നിന്റെ ഹിതം സ്വർഗത്തിൽ പോലെ ഭൂമിയിലുമാകണം. എന്റെ ജീവിതത്തിലാകണം, എന്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടണം. ഇപ്പോൾ ഭൂമിയിൽ വെളിപ്പെടണം. അതിനുവേണ്ടി ഞാൻ തിന്നുന്നതും കുടിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും. ഇതാകുന്നു രാജ്യത്തിന്റെ സുവിശേഷം. God will give you houses. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങൾക്ക് വീടുകൾ തരും. നിങ്ങൾ ധനികരാകും. You will make a great living. നിങ്ങൾ And you will be നല്ലോണം a great ജീവിക്കും. blessing to many people. നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരും. ഇതല്ല ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ഇത് മനുഷ്യന്റെ സുവിശേഷമാണ്. Seek ye first the king, his kingdom, and everything else will be added by them. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. Primarily for the purpose of God. അതോടുകൂടെ സകലതും നിങ്ങൾക്ക് കിട്ടും. ഇതാകുന്നു യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. Yes. So I work that I may be able to eat. ഞാൻ ജോലി ചെയ്യുന്നത് കഴിപ്പാനും, and I am able to work ദൈവം എനിക്ക് that I may be able to be a man of the kingdom of God. ഞാൻ ജോലി ചെയ്യുന്നത് Hallelujah. ഞാൻ ദൈവരാജ്യത്തിന്റെ ഒരു സാക്ഷിയായി ജീവിപ്പാനാകുന്നു. മറ്റുള്ളവർ അതിനുവേണ്ടിയല്ല ജോലി ചെയ്യുന്നത്. അവർ കഴിക്കുന്നത്, I ജോലി work ചെയ്യുന്നത്, that I may eat. ഞാൻ ജോലി ചെയ്യുന്നത് കഴിപ്പാനും കഴിക്കുന്നത് that ജോലി I ചെയ്യാനും. may stand for the kingdom of God. പക്ഷെ നാമോ കഴിക്കുന്നത് ജോലി ചെയ്യുന്നതും ദൈവരാജ്യത്തിന് വേണ്ടി ജീവിപ്പാനാകും. എന്റെ ജീവിതത്തിൽ രാജാവിനെ വെളിപ്പെടുത്തേണ്ടതിനാകുന്നു ഞാൻ കഴിക്കുന്നത്. എന്റെ ജീവിതത്തിൽ കൂടെ രാജാവ് വെളിപ്പെടണം. There may be an extension of his kingdom. Yes. That is how the great purpose of God is going to be fulfilled through his church in the earth. ഇങ്ങനെയാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ I know that time വെളിപ്പെടാൻ has gone പോകുന്നത്. by and I must quickly stop. So listen very carefully as I am going to close. ഞാൻ അവസാനിക്കുന്നതിന് മുൻപ് ഒരു If കാര്യം God has പറയട്ടെ. sent you into a university to study, ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിലേക്ക് ദൈവം നിങ്ങളെ അയക്കുന്നുവെങ്കിൽ, you are there first of all ആ കോളേജിൽ because നിങ്ങൾ God has ആയിരിക്കുന്നത് put you there. ദൈവം നിങ്ങളെ അവിടെ വെച്ചതുകൊണ്ടാണ് As നിങ്ങൾ ആ members of യൂണിവേഴ്സിറ്റിയിൽ his body, പഠിക്കുന്നത്. അവന്റെ ശരീരത്തിന്റെ To ഒരു do his ഭാഗമായി kingdom work അവന്റെ രാജ്യത്തിന്റെ വേല ചെയ്യുവാനാണ് or ദൈവം show നിങ്ങളെ for this കോളേജിൽ kingdom വെച്ചിരിക്കുന്നത്. life. Yes. അവന്റെ രാജ്യത്വത്തെ, Righteousness, നമ്മുടെ നീതി, peace and joy in the Holy അവന്റെ രാജ്യവും നീതിയും സമാധാനവും എന്റെ ജീവിതത്തിൽ that കൂടെ is why you are in the വെളിപ്പെടേണ്ടതാകുന്നു university. ദൈവം എന്നെ കോളേജിൽ And വെച്ചിരിക്കുന്നത്. as a bonus, when you finish your 3 years or 4 years, നിങ്ങൾ ആ കോളേജിൽ ആ 3 വർഷം 4 വർഷത്തെ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ you will receive your degree. നിങ്ങൾക്ക് ഗ്രാജുവേഷൻ That കിട്ടുക is മാത്രമല്ല, added to you. അത് നിങ്ങൾക്ക് Now, that is കിട്ടുന്നു. very important. I ദൈവത്തിന് shared this വേണ്ടി with some of our young people even before. ഞാനിത് എന്റെ യുവാക്കന്മാരോട് When ഞാൻ you are in പലപ്പോഴും the പറഞ്ഞിട്ടുണ്ട്. university, നിങ്ങൾ when you are യൂണിവേഴ്സിറ്റിയിലാകുമ്പോൾ, studying there, നിങ്ങൾ പഠിക്കുമ്പോൾ, your focus is not on your degree, but your focus is supposed to be on the kingdom. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഡിഗ്രി അല്ല, നിങ്ങളുടെ ശ്രദ്ധ ദൈവരാജ്യമായിരിക്കണം. And when you are there, നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ, reflecting the king and his life, രാജാവും രാജാവിന്റെ ഹിതത്തെയും നിങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ, when you do that, നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുമ്പോൾ, അതിന്റെ അവസാനം your degree is added to you. നിങ്ങൾക്ക് ഡിഗ്രിയും കിട്ടും. It's an addition that comes from the Lord. അതും ദൈവം നിങ്ങൾക്ക് നൽകും. And so it is wherever God has placed us. നിങ്ങളെ ദൈവം വെച്ചിരിക്കുന്ന ഇടങ്ങളിലൊക്കെ Whichever office ഇപ്രകാരം you may തന്നെ be working. നിങ്ങൾ ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നത്. You know,
we are his disciples. നമ്മൾ അവന്റെ ശിഷ്യരാകുന്നു. Primarily, we are his kingdom people wherever God has placed us. ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്ന ജോലി സ്ഥലത്ത് ഓർത്തുകൊള്ളുക, നിങ്ങൾ അവന്റെ ശിഷ്യരായിട്ടാണ് ജോലി ചെയ്യുന്നത്. Men and women of his kingdom. ദൈവരാജ്യത്തിന്റെ പുരുഷന്മാരും One example സ്ത്രീകളുമായി. I can give in closing is the example of Daniel. ദാനിയേലിന്റെ ഉദാഹരണം അവസാനമായി ഞാൻ പറയട്ടെ. I've shared many times out of this example. പല പ്രാവശ്യം പല തവണയും ഞാൻ ഇത് Daniel and ഭാഗം. the 3 Hebrew children. എബ്രായർ, ആ 3 മക്കളും The 3 brothers. ദാസന്മാരും. They are great examples of the kingdom of God. ബാബിലോണിൽ സേവിച്ച ഈ 3 പേര് they were വലിയ ഒരു working ഉദാഹരണമാകും. In the ഈ എബ്രായ kingdom പുരുഷന്മാർ of Babylon. അവർ The ബാബിലോൺ most രാജ്യത്തിലായിരുന്നു powerful ഏറ്റവും and the most ശ്രേഷ്ഠമുള്ള, notorious. ഏറ്റവും But they were chosen and they were taken പ്രശസ്തമായ there ആ in the രാജ്യത്തിൽ very palace of the king. അവർ കൊട്ടാരത്തിലായിരുന്നു ജോലി ചെയ്യുന്നവർ. Yes. Even so, brothers and sisters, എങ്കിലും you and I may be working in an institution. ദൈവം നമ്മളെ ഒരു ജോലി സ്ഥലത്ത് They വെച്ചിരിക്കുന്ന pay you അവർ for the നിങ്ങൾക്ക് work you do. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ചിലപ്പം അവർ You are നിങ്ങൾക്ക് there for അവർക്ക് his സാലറി kingdom's നൽകുമായിരിക്കും. sake. പക്ഷെ ഓർത്തുകൊള്ളുക, നിങ്ങൾ അവിടെ ആയിരിക്കും ജോലി ചെയ്യുന്നത് This is what we pray on ദൈവരാജ്യത്തിന് every വേണ്ടി. Saturday for all our brothers and sisters who are working. ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാകും. This is what we pray. That they are there for the kingdom's sake. നിങ്ങൾ ജോലി ചെയ്യുന്നത് ആ ജോലി സ്ഥലത്ത് Daniel and the നിൽക്കുന്ന brethren. ദൈവരാജ്യത്തിന് They were വേണ്ടിയാകുന്നു. working in the Babylonian kingdom. ബാബിലോൺ രാജാവിനെ Remember സേവിച്ചുകൊണ്ടിരുന്ന one thing. ദാനിയേലും The way they lived, എബ്രായ It പുരുഷന്മാരും portrayed one thing very clearly. അവരുടെ ജീവിതത്തിൽ കൂടെ അവർ They belong to another kingdom and to another king. അവർ വേറൊരു രാജാവിനെയും വേറൊരു രാജ്യത്തിന്റെ ആൾക്കാരെന്ന് അവർ അവരുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തി. They portrayed that very clearly. അത് വ്യക്തമായി അവരുടെ ജീവിതത്തിൽ കൂടെ അവർ വെളിപ്പെടുത്തി. To those powerful kings, ആ ശക്തിയുള്ള They രാജാക്കന്മാർക്ക്, portrayed one thing. പ്രഭുക്കന്മാർക്ക് അവർ that they വെളിപ്പെടുത്തി belong to another king and to another kingdom. മറ്റൊരു രാജാവിനും മറ്റൊരു രാജ്യത്തെയും സേവിക്കുന്നവരാകുന്നു എന്ന് അവരുടെ ജീവിതത്തിൽ കൂടെ അവർ വെളിപ്പെടുത്തി. Represented the King of Kings and the Lord of Lords. The kingdom of God was spiritual and moral, and they portrayed that, they reflected that. അവർ ദൈവരാജ്യത്തെ അവരുടെ ജീവിതത്തിൽ കൂടെ And they പ്രതിനിധീകരിച്ചു. reigned in the kingdom of God. Reigning. Yes. അവർ വാഴ്ന്നു. They were reigning in that kingdom of ആ God. രാജ്യത്തിൽ അവർ വാഴ്ന്നു. Along with God, they were reigning അവർ in that kingdom. ദൈവത്തോടുകൂടെ ആ രാജ്യത്തെ വാണു. राजा के साथ वो भी शासन कर रहा था. Yes. സ്വർഗം വാണു. The kingdom was now. For them അവർ the kingdom of God ദൈവത്തോടുകൂടെ was അവർ now. രാജ്യത്തിൽ അപ്പോൾ വാണു. नहीं, उनके लिए उनके समय में प्रभु का राज था. It was അവരോടുകൂടെ God's kingdom ദൈവരാജ്യം now for them ഉണ്ടായിരുന്നു. at that time when they were living. അവർ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ ദൈവരാജ്യം അനുഭവിച്ചു. ബാബിലോണിന്റെ ആ രാജാവിന്റെ ആ രാജ്യത്തിന്റെ മധ്യത്തിൽ അവർ ദൈവരാജ്യം അപ്പോൾ അനുഭവിച്ചു. ദൈവരാജ്യം വരാനുള്ളതല്ലായിരുന്നു, അവർ ആ സമയത്ത് അപ്പോൾ അനുഭവിച്ചു. Correct. While they were in that kingdom of Nebuchadnezzar or other kings, നെബൂഖദ്നേസറിന്റെ രാജാവിനോട് കൂടെ അവർ സേവിക്കുന്ന സമയത്തിൽ തന്നെയും they were അവർ living ആ in രാജ്യത്തിൽ another kingdom. അവർ ജീവിക്കുന്നുവെങ്കിലും അവർ Which is മറ്റൊരു the kingdom of രാജ്യത്തിലായിരുന്നു God. ജീവിച്ചുകൊണ്ടിരുന്നത്. അത് And that kingdom was ദൈവരാജ്യത്തിലായിരുന്നു. a reality. ദൈവരാജ്യം അവരുടെ ജീവിതത്തിൽ ഒരു something യാഥാർത്ഥ്യമായിരുന്നു. അത് വർത്തമാനമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. The kingdom of God was now or present. ഒരു വർത്തമാന അനുഭവമായിരുന്നു ദൈവരാജ്യം. It was not something coming. വരുവാനുള്ള ഒരു For രാജ്യമല്ലായിരുന്നു. Daniel and the brethren, the kingdom of God was present truth. ദാനിയേലും അവന്റെ സഹോദരന്മാർക്കും ദൈവരാജ്യം ഒരു വർത്തമാന യാഥാർത്ഥ്യമായിരുന്നു. Quickly I will turn to that and I'll close. The book of Daniel. ദാനിയേലിന്റെ Quickly, let's just turn to ആ chapter പുസ്തകം 3. അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് നമുക്കൊന്ന് തിരിക്കാം. And verse 16. അതിന്റെ To 16-ാം save വാക്യം. time, Shadrach, Meshach, and Abednego answered and said unto the king, sent to the king, O Nebuchadnezzar, we are not careful to answer thee in this matter. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്,
നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. कोई प्रयोजन नहीं ഈ जान पड़ता. ഇതിന് ആവശ്യമില്ല. We don't think we need to answer you. രാജാവേ, നിന്നോട് ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. We don't see a need for us to answer you, O king. നിന്നോട് ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. Yes. The Lord was their king. കാരണം ദൈവമാകുന്നു ഞങ്ങളുടെ The രാജാവ്. Lord was the king of their lives. അവരുടെ ജീവിതത്തിന്റെ രാജാവ് ദൈവമായിരുന്നു. Not those powerful kings who reigned in might and power. ആ അധികാരത്തിൽ നിന്ന നെബൂഖദ്നേസറും മറ്റുള്ള രാജാക്കന്മാരും അല്ലായിരുന്നു അവരുടെ രാജാവ്. In the midst of the kingdoms of men. മനുഷ്യന്റെ രാജ്യങ്ങളുടെ മധ്യത്തിൽ Saints of God. ദൈവരാജ്യം വെളിപ്പെട്ടു. ഇവിടെ ഞാൻ What a അവസാനിപ്പിക്കും. challenge എന്തൊരു വെല്ലുവിളിയാകുന്നു നമുക്ക് ഓരോരുത്തർക്കും. for the king. രാജാവിന് വേണ്ടി ജീവിക്കുന്നത് Let us എന്തൊരു വെല്ലുവിളി. change. Let us be open for God to change our mind. നമ്മുടെ മനസ്സുകളെ മാറ്റുവാനും നമ്മുടെ ചിന്താരീതികളെ മാറ്റുവാനും നമ്മൾ തുറന്നവരായി നിൽപ്പാൻ ദൈവം Let's സഹായിക്കും. believe God. Let's believe God's word. ദൈവത്തെയും അവന്റെ വചനത്തെയും We വിശ്വസിപ്പാൻ ദൈവം are a സഹായിക്കട്ടെ. kingdom people now and here. ഇപ്പോൾ വർത്തമാന കാലത്ത് നമ്മൾ ദൈവരാജ്യത്തിന്റെയും we രാജ്യത്തിന്റെ live മക്കളന്മാരാണ്. now for the sake of his kingdom. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ദൈവരാജ്യത്തിന് The വേണ്ടിയാകുന്നു. king and his life is to be in us and progress in us now. ഇപ്പോൾ ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. Yes. You know, we live, ഞാൻ we ജീവിക്കുന്നത്, eat, നമ്മൾ ഭക്ഷണം drink, കഴിക്കുന്നത്, നമ്മൾ we sleep. കുടിക്കുന്നത്, we നമ്മൾ clothe. ഉറങ്ങുന്നത്, നമ്മൾ വസ്ത്രം ധരിക്കുന്നത്, All these things for one purpose. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു കാരണം കൊണ്ട്, Of God. ദൈവത്തിന്റെ ഉദ്ദേശത്തിന് For വേണ്ടി his മാത്രം, kingdom. അവന്റെ രാജ്യത്തിന് വേണ്ടി That's why മാത്രം. we eat. അതിനുവേണ്ടി ഞാൻ ജീവിക്കുന്നു. So may God help us. അങ്ങനെയുള്ള ഒരു You know, ചിന്താരീതിയിലേക്ക് may God കൊണ്ടുവരാൻ ദൈവം deliver us from സഹായിക്കട്ടെ. everything else. മറ്റുള്ള എല്ലാ മനോഭാവത്തിൽ നിന്ന് ദൈവം But നമ്മളെ let's രക്ഷിക്കട്ടെ. keep our eyes on the king. രാജാവിനെ നോക്കുവാൻ And ശ്രമിപ്പാൻ ദൈവം let our സഹായിക്കട്ടെ. minds be changed from every other kind of thinking. മറ്റുള്ള എല്ലാ ചിന്താ രീതികളിൽ നിന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും May God രക്ഷിക്കുമാറാകട്ടെ. deliver us from that man-centered gospel. മനുഷ്യ കേന്ദ്രീകരിക്കപ്പെട്ട സുവിശേഷത്തിൽ നിന്ന് ദൈവം നമ്മളെ Oh, രക്ഷിക്കട്ടെ. may God deliver us ദൈവം നമ്മെ and രക്ഷിക്കട്ടെ. save our soul in these days. നമ്മുടെ പ്രാണനെ ഈ ദിവസങ്ങൾ പൂർണ്ണമായി ദൈവം help us. രക്ഷിക്കുമാറാകട്ടെ. All these things shall be added to our lives. ഇതോടുകൂടെ ദൈവം ഇതൊക്കെ We നിങ്ങളോട് don't നൽകും. live for all these ഇതിൻ material ഈ things in ഈ our lives. വസ്തുക്കൾക്ക് വേണ്ടി അല്ല നാം May ജീവിക്കുന്നത്. God help us to discover the reason why we live. നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നത് കണ്ടെത്തുവാനും Inch by inch. അതൊരു അത് God may recover what is his upon this earth. കണ്ടുപിടിപ്പാനും അതിനുവേണ്ടി ജീവിപ്പാനും അവന്റെ രാജ്യത്തിന് വേണ്ടി His ജീവിപ്പാനും ദൈവം kingdom സഹായിക്കട്ടെ. may come. നിന്റെ രാജ്യം God വരണമേ will usher എന്ന in his പ്രാർത്ഥനയോടെ kingdom through his church. അവന്റെ സഭ മുഖാന്തരം അവന്റെ രാജ്യം May God വെളിപ്പെടുമാറാകട്ടെ. ദൈവം നമ്മെ Shall we സഹായിക്കട്ടെ. all stand up in his presence നമുക്ക് ദൈവസന്നിധിയിൽ and give thanks to God. പ്രാർത്ഥിക്കാം. Jesus. Thank you, Jesus. Thank you, Jesus. So may God help all of us, brothers and sisters, that we may be delivered from a man-centered gospel where everything is for me, for us. May our eyes behold him as the King and the Lord of our lives. May God deliver us from that gospel which man has made for the welfare of man. May God deliver us. As we shared, we have grown up in that environment. Our mindsets are still in that realm. We must be delivered. And may God help us that our soul may be saved, our thought realm may be saved. I hope God has opened our eyes to see why we eat, why we drink, why we clothe, why we work,
Why God has given us health? One reason, His kingdom. His kingdom. Our concern has to be His kingdom, and not what I shall. What I shall. For He said, your heavenly Father